ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പഠിച്ചാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ചെറിയ ഫിംഗറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഫ്ലവറിൻ്റെ ബേസായിട്ട് സ്പൈറൽ വരച്ച് അതുമ്പോൾ ഈ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ 2 ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരയ്ക്കുക. കുറച്ച് സ്പേസ് ഇട്ടിട്ട് സെയിം ഫ്ലവറിനെ വീണ്ടും വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ സൈഡിൽ വീണ്ടും 2 ഹംസ് വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഫ്ലവറിൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഈ 2 ഫ്ലവർ വരച്ചു കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇതേപോലെ ബോൾഡ് ചെയ്തതിന് ശേഷം ആ ഫ്ലവറിൻ്റെ മേലെ വരുന്ന ഒരു ഫിംഗറിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്ത് വരുന്ന ഫിംഗറിൽ ഇതേപോലെ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഗ്രിഡ്സ് വരച്ചതിന് ശേഷം ആ ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഡ്രോപ്സ് വെച്ചിട്ടൊരു ഡിസൈൻ ആക്കിയെടുക്കുക. അതിൻ്റെ അപ്പുറത്തെ ഫിംഗറിൽ വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫിംഗറിൽ ഗ്രിഡ്സ് വരക്കുക. അങ്ങനെ ഈ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഫ്ലവറിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും.